കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 25 ദിവസങ്ങളിലധികം നീണ്ടുനിന്ന പുതുയുഗ യാത്ര സമാപനമാവുകയാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കമാവുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇനി 30 ദിവസം നീണ്ടുനിന്ന പുതുയുഗ യാത്ര അവസാനിക്കുകയാണ്. സമാപന സമ്മേളനം പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് പുതുയുഗ യാത്ര മാത്രമല്ല, കേരളത്തിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളാവും എല്ലാവരും, പ്രവർത്തന നേതാക്കളും എല്ലാം വളരെ വാശിയോടുകൂടിയാണ്. ഈ യാത്ര നൽകിയ ഒരു ആവേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട്. കാരണം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായ ഒരു വലിയ ജനപ്രളയമായിരുന്നു ഈ യാത്രയിലുടനീളം ഉണ്ടായത്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വലിയ 10,000-കണക്കിന് വോട്ടിന് തോറ്റ കണ്ണൂരിലെ ചില മണ്ഡലങ്ങളിൽ പോലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജനക്കൂട്ടമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മത്സരിച്ചായിരുന്നു ഓരോ ജില്ലയിലും ഈ പരിപാടി നടത്തിയത്. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തത്രയും വലിയ ജനങ്ങളുടെ ജനപങ്കാളിത്തം, അതിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ധാരാളമായി പങ്കെടുത്തു. പിന്നെ ഞങ്ങൾ ജാഥയിലുടനീളം രാഷ്ട്രീയം മാത്രമല്ല പറഞ്ഞത്, ഭാവി കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെയെല്ലാം ഞങ്ങൾ കേരളത്തെ പുനർനിർമ്മിക്കും. അതിനുള്ള കൃത്യമായ പ്രഖ്യാപനങ്ങളല്ല, കൃത്യമായ പരിപാടികൾ, പദ്ധതികൾ, വിദഗ്ധരായ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു ഓൾട്ടർനേറ്റീവ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇത്ര കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി ഗ്രഹപാഠം ചെയ്ത് എന്ത് ചെയ്യും എന്നുള്ള കൃത്യതയോടുകൂടി പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട്.